ഒരു സീക്രട്ട് സൊസൈറ്റി പോലെ ഒരു സിമ്പൽ വരുന്നില്ലേ തുടക്കത്തില്? ആ സിമ്പലാണ് പല സ്ഥലത്തും ഒരു എക്സ്ചേഞ്ച് ആയിട്ടൊക്കെ കാണിക്കുന്നത്. തിരിഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു പ്രത്യേക സിമ്പൽ ഉണ്ടല്ലോ. അതെ, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇലുമിനാറ്റി ഒക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ആരുടെ ഐഡിയ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MHBയുടെ ലോഗോ ആണ്. ഓക്കെ, മല്ലു ഹൈപ്പർ ബീസ്റ്റിന്റെ ലോഗോ ആണ്. അപ്പോൾ ഞാൻ കായ് ഇറക്കുന്ന സമയത്ത്, അതായത് ഇറക്കണേക്കാൾ മുമ്പ് ഇവരാണ് നമ്മൾ ഓഡിയോക്ക് അപ്രോച്ച് ചെയ്തത്. ഇങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് നമ്മൾ ഇറക്കുകയും അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ എത്തിപ്പെടുകയും പിന്നെ നമ്മളൊരു പ്രൊജക്റ്റ് ബിഗ് ആവുകയും ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ഇവരൊക്കെ കാനഡയിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യുമ്പോഴും ഓഡിയോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അവിടുത്തെ എന്താ പറയുക സോഴ്സസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട്. ഈ കൂടുതൽ ബോഡി ഗാർഡ്സ് ഒക്കെ ആരാ? അവരുടെയൊക്കെ പേരുകൾ ഞാൻ ചോദിച്ചോ? അതൊക്കെ നമ്മുടെ മച്ചന്മാരാണ്. അതിൽ ഒരാൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ബ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ കട്ട് ചെയ്യണ വെച്ചാനുണ്ട്. ആള് ഇവിടെ അൽബീനിയക്കാരനോ പുറത്തെവിടെയാണ്. അപ്പൊ ആളായിട്ട് ഇവര് അവിടെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഒരാളായിട്ട് പോയിട്ട് കമ്പനി ആവുന്ന ആളുടെ കോണ്ടാക്റ്റിൽ വേറെ മച്ചാനെ പരിചയപ്പെടുന്നു. മൊത്തത്തിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നമുക്കൊരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പറ്റി വൃത്തിക്കുള്ളൊരു കോണ്ടാക്ട് കിട്ടി. നല്ല കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ബാക്കി നമ്മുടെ MHBയുടെ പയ്യന്മാരുണ്ടെങ്കിൽ അതേപോലെ അത്ര തന്നെ ഉള്ളൂ. നമ്മുടെ മോഡൽസ് ആരൊക്കെ? അവരുടെ പേരെന്താ? അത് നമ്മൾ ഒരു ഐഡിയ ഇല്ല. അത് അവിടെ പിന്നെ ധാരാളം നമുക്ക് ഈ സ്ട്രിപ്പേഴ്സ് അതേപോലെ മോഡൽസ് ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ പോലെ മറ്റേ അത്രയും ഇതൊക്കെ ചെയ്യുകയും ചെയ്യും എന്നാൽ അതിന് ഒഫൻസീവായിട്ട് കാണുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. വളരെ പ്രൊഫഷണൽ. വാട്ട് ദേ ആർ ഡൂയിങ് അത് അതിനെ വ്യാഖ്യാനിച്ച് വെക്കൊന്നുമില്ല. എന്താണോ അത് ഓക്കെ. ഞാൻ റബ്ബർ കച്ചവടം ചെയ്യണ, ഞാൻ റബ്ബർ കച്ചവടം ചെയ്യണത്. അതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈസി. അങ്ങനെ ഒരു പക്ഷെ ആ ഹോർ മോഡൽസിന് അസ്ഥിത നന്നായി. കാരണം അത് കേരളത്തിലോ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ വന്നേനെ. ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ ഓഡിയോക്ക് വരെ ഓഡിയോയുടെ കവർ ആർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് വുമനെ ഒബ്ജക്റ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോൺ എടുത്ത് റീല് തുറന്നു നോക്കി അറിയാം ആരെയാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊക്കെ അതിന് മറുപടികൾ കൊടുത്തിട്ട് വെറുതെ തല ചൊറിയാന്നല്ലാതെ അവിടെ ആകുമ്പോൾ ഒന്നുകൂടി ഈസിയറാണ് നമ്മുടെ കാര്യങ്ങൾ. കായ ഇറങ്ങിയ സമയത്ത് ബേബിജിന് ഒരു സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പിന്നല്ലേ എനിക്ക് തോന്നുന്നത് ഒരു ഇതിലത്തെ തമ്മനയിൽ വരെ കച്ചവടമാണ്. ഇതിപ്പോ ആരായാലും ഇപ്പൊ ഇതിനൊക്കെ വിരുദ്ധത ഉള്ള ഒരാളായാലും അത് ഞെക്കി നോക്കൂലേ. അപ്പൊ എല്ലാരും ചോറ് വയ്ക്കാനുള്ള പരിപാടി ഇത് ഇങ്ങനെ തന്നെയാണ്. സ്ത്രീ സെക്ഷലൈസ് ചെയ്തെന്നാ അതിപ്പോഴും തമ്മനയിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ക്ലിക്ക് ബൈറ്റ് ആൾക്കാർക്കും അറിയാൻ താല്പര്യമാണ് ഇത്. കാരണം ഇവിടെ എന്താ കുറേ സംസാരിക്കാത്തയും കുറേ മറച്ചു പിടിക്കുന്നതും കുറേ ഇതാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കരിപിടിച്ച തത്തമ്മ, എന്താണ് അതിൻ്റെ പിന്നിൽ അത്. അപ്പം അത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളതിന് ഖേദിക്കണമെന്നില്ല, റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം പുതിയൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾക്കുള്ള അറിവിൻ്റെ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കുറച്ചൊക്കെ. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു റാപ്പർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് അറസ്റ്റിലാവുന്നു, പക്ഷെ ഭരണകൂടം മൊത്തം ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് അതൊരു ന്യൂസ് വാല്യൂ വരിക, രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ വേടൻ എന്നുള്ള ഒറ്റ വാക്ക് മാത്രം കൊണ്ട് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുക. ഒരു റാപ്പറിന് ഇതിന് മാത്രം ഒരു മൈറ്റ് ഉണ്ടാവും, ഇത്ര ഒരു വലിപ്പം ഉണ്ടാവുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പൊ എല്ലാരും ഓരോ വഴിക്കല്ലേ. പക്ഷെ നമുക്ക് കുറെ സമയം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഒന്നിച്ചിരിക്കാനും കളിയാക്കാനും പക്ഷെ. അപ്പൊ നമ്മളിങ്ങനെ പറയും ആദ്യം ഇതിങ്ങനെ വരട്ടെ. എനിക്ക് ഏറ്റവും സോളിഡായിട്ട് ഉറപ്പുള്ള കാര്യം ഞാൻ 2-3 ഇന്റർവ്യൂസിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒരു 160 ഉറുപ്പിക ഒപ്പിച്ച് ഞാനും ഡാപ്സിൻ്റെ ഒരു RX എവിടെ MG റോഡ് നമ്മുടെ ഷേണായിസിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂടെ പോയിട്ടിരിക്കും. എടാ അത് മറ്റേ അന്ന് ഞാൻ ഭയങ്കര ഒരു ട്രാക്ക് ഇറക്കിയില്ലേന്ന് പോലും എനിക്കറിയില്ല. ഒരു ട്രാക്ക് ഇറക്കിയിട്ട് പോകുന്നുണ്ട്. ഇവനന്ന് അത്യാവശ്യം ഈ മണവാളം തഗ് മണവാളം തഗ് ഇറങ്ങിയില്ല, അതിൻ്റെ മുന്നായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാനിവനെ പരിചയപ്പെട്ടു വരുന്നുള്ളൂ. നമ്മൾ നാട്ടുകാരാന്ന് പറഞ്ഞതിൽ കൂടെ ഒന്നുകൂടെ കണക്റ്റ് ആയി. അപ്പോൾ ഇങ്ങനെ പറയണ്ടേ അത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഇറക്കും, പിന്നെ ഇത് മെല്ലെ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ എടുത്തു തുടങ്ങും. പിന്നെ നമുക്ക് സിനിമയിൽ നിന്ന് ഒരു സ്റ്റേബിലിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് നല്ല രീതിക്ക് ഇറക്കാം. അത് മെല്ലെ ഒരു ഇൻഡസ്ട്രീനെ അതായത് ഒപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഒരിക്കൽ എന്നുള്ള കാര്യം പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേടൻ എന്ത് ചെയ്തോ വേടനെ ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്കവണ്ണം
വേടൻ വളർന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ സെയിം കേസ് തന്നെ വേണമെങ്കിൽ പുലീനെ കൊന്നിട്ടിട്ട് ചിലപ്പോൾ ഒരാളെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഒരു സമയപരിധി ഉണ്ട്. ഇത്രയും ദിവസം ആ ഒരു സമയം വാർത്താ ചാനൽ ഒന്നടങ്കം ആൾക്കാരെ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ വേടൻ എന്നുള്ളൊരു കലാകാരൻ, അവൻ്റെ കല, അവൻ്റെ വരികൾ അത്രയും ആൾക്കാരിൽ ഇൻജക്റ്റായി അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളത്. കാരണം 3ൻ്റെ അന്ന് വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടിയും, നമ്മളൊക്കെ ഒളിവിലായിരുന്നു. അല്ലല്ലേ നമുക്ക് കോളൊന്നും ചെയ്യാൻ അങ്ങനത്തെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ന്യൂസ് ചാനലിൽ പ്രതികരണം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികരണമല്ല, നമുക്ക് ട്രോൾ വന്ന ഞാനും ഡാപ്സി മറ്റേ കിളിച്ചുള്ള മാമ്പഴത്തില് മറ്റേ വാരിക്കെട്ടിക്കോളാ സീനില്. അപ്പം ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യണില്ല. കൊച്ചിയിൽ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനിതൊക്കെ വാർത്ത ഇങ്ങനെ കണ്ടിരിക്കുക. ഓരോ വാർത്ത കഴിയുമ്പോഴും ടെൻഷൻ കൂടിയരാ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ കമാരുണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞ് ഇയ്യുണ്ട് പോരെ 2 ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനു വരുന്നു ഞാൻ അങ്ങനൊന്നുമില്ല. അതല്ല, വാർത്തക്കാരല്ല വരിക, പത്രക്കാരെ വരിക. ഈ പത്രത്തിലാണ് ഓടാൻ പോണത്. നീ അവിടെ പോയിട്ട് ഇനി ഈ അവിടെ ഒരു അനാഥാലയത്തേക്ക് ദാനം നടത്തുന്നുണ്ട് പറഞ്ഞാലും അത് വരില്ല. അന്നെ കേസിന് പിടിക്കാൻ വന്നിട്ട് കേസും കിട്ടിയില്ല, പക്ഷെ അതിന് പകരം ഇവന് ഇതൊക്കെ വെച്ചിട്ട് ഇത്ര നല്ല അതൊന്നും അവിടെ വരില്ല. അവിടെ നെഗറ്റീവ് വാട്ട് പീപ്പിൾ കണ്ണും കാതിനും വേണ്ടത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ 2 ദിവസത്തെ ഇതിന് ആരെങ്കിലും കയറി വന്ന് എന്തിനാ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കണേ. അപ്പോൾ ഞാനും കുറച്ച് ദിവസമായി നാട്ടിൽ പോയിട്ട് ഒരു 1.5 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് വന്ന് ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ. കാരണം പേടിയാണ് എങ്ങനെ ഏത് രീതിയിൽ. കാരണം സാമാന്യം ഇവർക്ക് ഒരു ദിവസം ഓടിക്കാനുള്ള ഒരു കണ്ടൻ്റൊക്കെ ആയിട്ട് എന്നെ കൊണ്ടൊക്കെ പറ്റും. എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നേരെ വിട്ട് എന്നിട്ട് തിരിച്ചു വന്നു വീട്ടിലല്ല അവിടെ കട അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോന്നു. പക്ഷേ എനിക്കതിൽ ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ റെസ്പോൺസിബിൾ ആണ്, പക്ഷെ അതുകൊണ്ട് അയാളെ തീരെഴുതി അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും മുമ്പ് വന്നിരുന്നില്ല. അത് കുറച്ച് പുതിയ കാര്യമല്ലേ, അതൊരു പുതിയ മെന്റാലിറ്റി അല്ലേ. തീരെഴുതി അവസാനിപ്പിക്കരുത് ഇൻ ദി സെൻസ് അയാളുടെ ആർട്ടിനെ നിഷേധിക്കാനാവില്ല. ചിലപ്പോൾ ആസ് എ പേഴ്സൺ ആൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് നിയമത്തിൻ്റെ കോൺസിക്വൻസസ് ആൾ ഫേസ് ചെയ്യട്ടെ. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ആളെ ബുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കെതിരെ പ്രവർത്തിക്കാനോ പാടില്ല. ആർട്ടിസ്റ്റ് ആൾ വേറെ ലീഗിലാണെന്ന് എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയുക. അതൊരു പുതിയ തോട്ട് പ്രോസസ് ആയിരുന്നില്ലേ. ഈവൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് ഈ വാർത്താ ചാനൽ നടത്തുന്നത്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് അതിൻ്റെ ഹെഡ്ലൈനൊക്കെ വിട്ടേന്നത്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയുക, ഇത് കാത്തിരിക്കുന്നവരുണ്ട്, ഇത് കണ്ട് ചിരിക്കുന്നവരുണ്ട്. അതായത് വേടൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേടൻ വീഴണമെന്ന് കാത്തിരിക്കണ കുറേ പേരുണ്ട്, കണ്ട് ചിരിക്കുന്നവരുണ്ടാവും. ഇത് എന്താ പറയുക, വിയർപ്പ് അല്ലെങ്കിൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ന്യൂസ് ചാനൽ എഴുതുമ്പോൾ എത്രത്തോളം ആണ് ആ ഒരു കഴുകൻ ചിന്താഗതിയ എന്നുള്ളത് ആലോചിക്കണം. അപ്പം ഈ ഒരു ആർട്ടിനെ അവിടെയാണ് ഒരു എന്താ പറയുക കളിയാക്കപ്പെടുക അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക. ഇപ്പം ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ഒരു വരികളെ ഒരു ദിവസം കൊണ്ട് ഒരാൾ ഇതാക്കുക. പിന്നെ ഈ ഗ്രാമം മാത്രമാണ് ഉള്ളൂ. ഗ്രാമിൻ്റെ ബാക്കിൽ ആരാന്നുള്ളത് ഇതുവരെ ആർക്കും തിരഞ്ഞു പോകണ്ട, വാർത്തകൾക്ക് അറിയണ്ട. ഇതുവരെ അങ്ങനെ ചർച്ച പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗ്രാമിൻ്റെ ബാക്കിൽ ആര്, കിലോനുള്ള ആരായില്ല എന്നുള്ള ആർക്കും അറിയില്ലല്ലോ. അത് ഇനി ആരും അറിയാനും പോണില്ല, ആരും പറയാനും പോണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി ചുരുങ്ങി ജീവിക്കുക. വൈകുന്നേരം ഫുഡ് കഴിക്കുക, രാത്രി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പാട്ടുണ്ടാക്കുക, പടത്തിൽ അഭിനയിക്കുക, പണിയെടുക്കുക.